ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്ക അവിയലാണ്. അതിന് നമ്മൾ എടുത്തേക്കുന്നത് 2 മുരിങ്ങയ്ക്കയുണ്ട്, ഒരു മാങ്ങ, പിന്നെ കുറച്ച് കരിവേപ്പില, പിന്നെ കുറച്ച് ചക്ക. ഇത് ഇത്രയും കൂടെ അരിഞ്ഞ് കഴുകി വൃത്തിയായിട്ട് വെച്ചേക്കാണ്. ഇത് മാങ്ങയും മുരിങ്ങയ്ക്കയും ചക്കയും കൊണ്ടൊരു അവിയലാണ്. പിന്നെ അതെല്ലാം കൂടെ നമുക്ക് ആദ്യമായിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഒരു പാത്രത്തിലോട്ടിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. ആദ്യം നമുക്ക് ചക്ക എടുത്തിടാം. ചക്ക എടുത്തിട്ടിട്ട് പിന്നെ മാങ്ങയും മുരിങ്ങയ്ക്കയും എല്ലാം കൂടി ചേർത്ത് ചക്കയ്ക്കകത്ത് കുറച്ച് ചക്കക്കുരു കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതാകുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം, അത് തോനെയൊന്നും വേണ്ട, അത് അങ്ങനെ കുറുകി പോകുന്ന പരുവല്ല, കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. ആവശ്യത്തിന് ഉപ്പും വെള്ളവും എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മളത് ഗ്യാസിൽ വേവിക്കാനായിട്ട് വയ്ക്കുക. വേവിക്കാൻ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. കാരണം എന്ന് വെച്ചാൽ അത് കൂടുതൽ തീ ഉണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇപ്പോൾ അടച്ച് വേവിക്കാൻ വെക്കാം. വേവിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തുണ്ടാക്കാം, അരപ്പിനുള്ള കാര്യങ്ങൾ എടുക്കാം. അതിന് വേണ്ടി കുറച്ച് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, കുറച്ച് വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇത്രയാണ് അരയ്ക്കാൻ വേണ്ടി. നമ്മൾ സാധാ അവിയലിന് എടുക്കുന്നത് പോലെ തന്നെ ഇത്രയും എടുത്ത് അരയ്ക്കാൻ വെക്കുക. അപ്പോൾ അരച്ചെടുത്ത് അരപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാ അവിയൽ വെക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇത് വെന്തോ നോക്കാം. അത് വെന്തിട്ടുണ്ട്, ആവിയൊക്കെ വന്നു. ഇത് ഒരു തിളച്ച് ഒരു കുറച്ച് പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക്, ആവി വരുന്ന പരുവമാകുമ്പോഴത്തേക്ക് നമ്മൾ എന്തിട്ട് കൊടുത്താൽ മതി, ഈ അരപ്പിട്ട് കൊടുത്താൽ മതി. നമുക്കൊന്നും കൂടെ നോക്കാം നല്ലോണമൊക്കെ വെന്തോന്നേ. വെന്തതിന് ശേഷം ഒരു നല്ലൊരു വേവായതിന് ശേഷം അരപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ലോണമൊക്കെ വെന്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലോണം കിടക്കുക. ഞാൻ ആദ്യമായിട്ടാണ് കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുപറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അത് നല്ലോണമൊക്കെ വെന്തിട്ടുണ്ട്. ഒരു ഉടയുന്ന പരുവമായിട്ടുണ്ട്. പിന്നെ ആയപ്പോൾ നമുക്ക് അതിനകത്തോട്ട് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ടിട്ട് നമ്മളത് ഇളക്കാതെ നമുക്ക് അതൊന്നിങ്ങനെ ഒരു വെച്ചിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് കടുക് വറക്കാം. ഇത് ഇളക്കുന്നതിന് മുമ്പ് കടുക് വറുത്ത് അതിനകത്തിടാം. ഈ ഇളക്കുന്നതിന് മുമ്പ് ഈ കടുക് വറുത്ത് നമ്മൾ അതിനകത്തോട്ട് ഇടുക. ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കുക. കടുക് നമുക്ക് അതിനകത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല പോണക്കൊന്ന് ഇളക്കുക. ഇളക്കി നല്ല അവിയൽ പരുവത്തിൽ കുഴഞ്ഞു വരണം. ഈ മാങ്ങയും മുരിങ്ങയ്ക്കയും എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കുക. ഇടയ്ക്ക് എൻ്റെ മുകളിലിരുന്ന് ഓരോ സൗണ്ട് അതുകൊണ്ട് നല്ലോണമൊക്കെ ഇളകി വന്നിട്ടുണ്ട്. നല്ല ഉണക്ക് അവിയൽ പരുവത്തിൽ കുഴഞ്ഞു വരണം. അപ്പോൾ ഈ മാങ്ങയും ചക്കയും മുരിങ്ങയ്ക്കയും കൂടെ നല്ല ടേസ്റ്റാണ്. പണ്ട് എല്ലാവരും വെക്കുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഒരു കുറച്ച് ചക്കയും മാങ്ങയും കിട്ടിയപ്പം ഞാനൊന്ന് വെച്ച് നോക്കിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റാണ്. ഇതാണ് ചക്കയുടെ അവിയൽ. താങ്ക് യു.